അങ്ങനെ എൻ്റെ വാട്ടർ ഒന്നാണ് സാർ എന്തായി നമ്മളത് ഇത് ചെയ്തു എല്ലാം ചെയ്തു എന്ത് തോന്നുന്നു സർട്ടിഫൈഡ് ടാറ്റു ആർട്ടിസ്റ്റ് യൂസ് പ്രൊമോ കോഡ് പാണ്ടി 50 to get 50% ഡിസ്കൗണ്ട് 50% എക്സ്ട്രാ മോനെ പാണ്ഡ്യന്ന് സീവേസ് അടിച്ച് പോകുന്നത് മൊത്തം ബ്രോ that is so cool dude what the fuck oh fucking you doing it അയ്യോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ നോട്ട് ഷോ ബ്ലോഗ്സ് നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് കയറിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ അമീൻ ഫാരിസ് ഫോളോ ചെയ്യുന്നു പേജ് പോയി ഫോളോ ചെയ്യാം ഞാൻ എൻ്റെ ഒരു പാട്ടിൻ്റെ എന്തെങ്കിലും അതും കൂടെ നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിൽ കൂടെ ഏറ്റവും നല്ല ഓഫറിൽ ഏറ്റവും പൈസ കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിക്കൻ പീസ് എവിടെ നിന്ന് കിട്ടും നോക്കാം. ഇവിടെ എത്രയാണെന്ന് പറഞ്ഞത് 16 പീസ്. ഇവിടെ 16 പീസ് എത്ര രൂപ? 16 പീസ് എത്ര റുപ്യക്കൊക്കെ നോക്കി 16 പീസ് എത്ര റുപ്യ? ആ 60 റുപ്യ. ഇതിന്ന് പറയുമ്പോൾ 2 പീസ് ചിക്കൻ ഉണ്ടാവും. ആകെ പോവോ? രണ്ടാളാണ് നമ്മൾ 8 പീസ് തന്നെ ഉണ്ടാവും ഒരാൾക്ക്. 24 പീസ് എനിക്ക് പോയില്ലേ? അല്ല എനിക്ക് ജമ്പ് എടുക്കാം. ഇതും കൂടി ജമ്പ് എടുക്കാം. രണ്ട് വീടാണ് നമ്മൾ ഒന്നിൽ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഓഫർ കുറവ് ഇത് ഹൈലൈറ്റ് മാളിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ പൈസ കുറവുണ്ട് ഇവിടെ ആയിരിക്കും കിട്ടാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 24 പീസ് ചിക്കൻ 3 ആൾക്കാർ എത്ര പെട്ടെന്ന് തീർക്കാൻ പോകാതെ അതായത് ഒരാൾക്ക് 8 പീസ് വെച്ചിട്ട് പോളിങ് തന്നെ പോളിങ് അത് നമുക്ക് അങ്ങനെ സാമാനം കിട്ടിയിട്ടുണ്ട്. സാമാനം ഇത് അവിടെ മണിയടിക്കുന്ന പറഞ്ഞ സാധനം റെഡി ഫുഡ് റെഡി ആകുമ്പോൾ നമുക്കിനി അടുത്ത ഓഫേഴ്സൊക്കെ തപ്പിങ്ങനെ നടക്കാം. ഇതിന് കോമഡി ഇപ്പോഴാണ് ഇവൻ ഡിപ്പ് കൊടുത്തു 100 രൂപ ഡിപ്പോ എന്ത് സംഭവം 860 850 റുപ്പീസ് ആയി. ഇവൻ 1000 റുപ്പീസ് കൊടുത്ത് 200 റുപ്പീസ് തിരിച്ചു വാങ്ങിച്ചില്ല. 150 റുപ്യല്ലേ ഈ ബാലൻസ് ആണ് വെറുതെ എങ്ങനെ ആട്ടാൻ മൊത്തം അറിയിക്കും. ഞാനൊരു അതിശോക്തി പറഞ്ഞതല്ലേ. 30 റുപ്യ ബിരിയാണിക്ക് ബിരിയാണിക്ക് 30 റുപ്യ നോക്കാം. ഇവിടെ 12 പീസിന് ഒരു പീസിന് 150 റുപ്യ. നമ്മൾ 24 പീസ് 850 റുപ്യ കഴിക്കുന്നത്. അപ്പോൾ 24 പീസ് ഇതിൽ ഇതാക്കുമ്പോൾ 2000 സംതിങ്. വാവ് ഓരോ നേരം നേരിട്ട് കൊടുക്കണോളൂന്ന് കൈസ്. ചിക്കൻ ബക്കറ്റ് നീ കോരി കുടിക്കുന്നു കൈസ്. അപ്പോൾ 24 പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരാൾക്ക് 8 പീസ് വെച്ചിട്ടുണ്ടോ. പക്ഷേ കുഴപ്പമില്ല. ഇത് ഈ 8 പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരാൾക്ക് നമ്മൾ സാധാരണ നമ്മളൊരു 4 പീസ് കഴിക്കണം അത്ര ഉണ്ടാവും എടുക്കില്ലേ. ഈ ഒരു 8 പീസ് എന്ന് പറയുമ്പോൾ ഒന്നര ചിക്കൻ എന്നാ പറഞ്ഞത്. 1.5 കിലോ ആണ്. അല്ല മറ്റേ 16 പീസ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കനാണ്. അപ്പോൾ മീഡിയം പീസസ് എന്നല്ലേ പറഞ്ഞത്? മീഡിയം പീസസ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു 700 ഗ്രാം പ്രതീക്ഷിക്കാല്ലേ. 1 കിലോ ചിക്കൻ എത്ര രൂപയാണ്? 1 കിലോ ചിക്കൻ എത്ര രൂപയാണ്? 200 രൂപ കുഴപ്പമില്ല എന്നാലും 300. പിന്നെ എണ്ണ മാത്രമേ വാടക ഹൈലൈറ്റിന്റെ റോസ്റ്ററിന്റെ മറ്റേ ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാക്കുന്ന ലേബർ ചാർജ് എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പ്രശ്നമാണല്ലേ. നമുക്ക് അതിന്റെ അപ്പുറത്തും തുടങ്ങിയല്ലോ 500 രൂപയ്ക്ക് 24 പീസ് ഓരോ വെട്ടിക്കാൻ. ഹസൻ ഒരു ഗുണ്ടകളോട്ടാ പാണ്ടിനെ വിടും. പാണ്ടിന് മുന്നിൽ നിർത്തും. പാണ്ടി ഇങ്ങനെ കണ്ടോ? ഇത് കണ്ട നിങ്ങൾ തല്ലാൻ വരും. 5 minutes later. Guys,
ഷാനു നമ്മള് ബ്രെയിൻ ഡോട്ട് സ്റ്റോപ്പ് വർക്കിംഗ്. ഫുഡാണോ? എടാ ഒന്ന് ബിസ്മി പറഞ്ഞോ. ഈ ബിസ്മി പറഞ്ഞോ. ബിസ്മില്ല. കൈത്ത ഡയറ്റ് നോക്കട്ടെ. A few inches later. ഗൈസ് അങ്ങനെ നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 24 പീസ് 3 ആൾക്കാർ. പാണ്ടിന്റെ പണ്ടളപ്പം പൊട്ടിപ്പോയി വരും. കൊറേ ചിക്കൻ തിന്നതിനോണ്ട് കഴിക്കും. ചിക്കൻ മാൻ. നല്ല നല്ല മെല്ലോ പാട്ട് കിട്ടാം വണ്ടിയിൽ കിടന്നുറങ്ങണം. The food is actually above average. It's like we would rate it 8.5 out of 10. പിന്നെ വെസ്റ്റ്മെന്റ് ആണോന്ന് അറിയില്ല. Actually വെസ്റ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ജഡ്ജ്മെന്റ് ആയിരിക്കും ഈ ചിക്കൻ്റെ. പക്ഷെ 850 രൂപയ്ക്ക് 24 പീസ് എത്ര ആൾക്ക് കഴിക്കാം? 6 ആൾക്കാർക്ക് സുഹൃത്ത് കഴിക്കാം. 6 ആൾക്കാർക്ക് മാത്രമല്ല, ഈ രണ്ടാൾക്കാരുടെ ഫുഡ് കഴിക്കാം. It's like 1, 2, 4 actually. അതാ അതിന്റെ ഇടയിൽ കൂടെ സ്നാപ്ചാറ്റില് നന്ദത്തിന് ഡ്രൈവ് ചെയ്യാൻ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ വീടെ പോയത് പീസ് ഫുള്ള് നിങ്ങൾ കുലുങ്ങുക. പണി സാറാ ചാച്ചിക്കും ചാച്ചാൻ വയ്യ.